ശ്രീനാരായണ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾക്ക് വർക്കല ശിവഗിരി മഠത്തിൽ തുടക്കമായി. മഹാസമാധിയിലെ വിശേഷ ആരാധനയ്ക്കും തിരു അവതാര മുഹൂർത്ത പ്രാർത്ഥനയ്ക്കും ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തി. തുടർന്ന് നടക്കുന്ന ജപയജ്ഞത്തിന് വൈദിക മഠം മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും. 9:30 നടക്കുന്ന തിരുജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അവിടെ സമാധിയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ? നീലിമ, വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ചതാഘോഷ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാരദാപീഠത്തിലാണ്. അതോടൊപ്പം തന്നെ സമാധിയും ശാരദാപീഠത്തിലും വലിയ ഭക്തജന തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ രാവിലെ മുതൽ തന്നെ ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളും സജ്ജീകരണങ്ങളും ശിവഗിരി മഠത്തിൽ നടത്തിയിട്ടുണ്ട്. ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമികളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു. സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള പതാക ഉയർത്തൽ ചടങ്ങുകൾ അല്പസമയം മുമ്പ് നടന്നു. ഇതോടുകൂടി തന്നെയാണ് ഈ ചതയാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. മഹാസമാധിയിലെ വിശേഷ ആരാധന ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരു അവതാര കീർത്തനം, മുഹൂർത്ത പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചടങ്ങുകളും പ്രാർത്ഥനകളും ആരാധനകളുമായി ചതയദിനാഘോഷം വളരെ വിപുലമായിട്ട് ആരാധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നിരവധി പേരാണ് യജ്ഞത്തോടൊക്കെ ഇവിടെ ഈ മണ്ഡപത്തിലെല്ലാം ഇരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി പേരാണ് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുവാനായിട്ടുള്ള ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലായി ആയിട്ട് ഈ ഭക്തർ ഇരുന്ന് പ്രാർത്ഥന നിരതരായിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് ശാരദാപീഠത്തിലാണ്. ഇതിന് തൊട്ടു മുകളിലാണ് ഗുരുദേവൻ്റെ മഹാസമാധിയുള്ളത്. ആ ഗുരുദേവൻ്റെ മഹാസമാധിയിലും പ്രാർത്ഥനകളും ചടങ്ങുകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രാർത്ഥന, ഒരു ബാഹുല്യവും ജനസഞ്ചയവും ഒക്കെ കാണാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ സമ്മേളനം, ഈ ചതയ ജയന്തിയോടനുബന്ധിച്ചുള്ള സമ്മേളനം നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സ്വാമി സച്ചിദാനന്ദ സ്വാമികളാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. തുടർന്നും നിരവധി പരിപാടികൾ ഈ ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. വൈകിട്ടടക്കം നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചതയദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്.